ആത്മാവിൻ്റെ രക്ഷയിലേക്ക് വന്ന എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭാഗ്യവശാലെ ബോസിൻ്റെ വയലിൽ രൂത്ത് ചെന്നതുപോലെ എനിക്കും ദൈവസഭയിൽ കടന്നു വരേണ്ടക്കണമല്ല, അഥവാ കർത്താവിൻ്റെ ഒരു ആത്മാവിൻ്റെ രക്ഷ കണ്ടെത്തുവാൻ്റെക്കോണം ദൈവം തന്ന വിലയേറിയ ആ സാക്ഷ്യത്തെക്കുറിച്ച് ഈ പകൽക്കാലം പറയുവാൻ്റെക്കോണം ദൈവം എത്രത്തോളം കൃപ വന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു. ഞാൻ ഒരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ച ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ തന്നെ ജനിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് ആരായുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അപ്പനെ യഥാർത്ഥമായിട്ട് ഒരു നല്ല മതഭക്തനായി പള്ളിയിൽ പോവുകയും എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെയും ചെയ്യുമെങ്കിലും യഥാർത്ഥമായിട്ട് ഒരു ദൈവ ആരാധന എന്തെന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വെമ്പൽ കൊണ്ടുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്താണ് കർത്താവേ, യഥാർത്ഥമായി ഉള്ള ആരാധന എന്താണ്, ദൈവത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ട് അത് ദൈവസ്നേഹം എന്നെ നിറയ്ക്കുകൊണ്ടൊക്കെയും ഇടയായി തീർന്നു. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സമുദായ ആചാരങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ളതല്ലെങ്കിലും പള്ളിയിൽ പോവുകയും സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കുകയും സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ഇതല്ല സത്യം, ഇതിൽ വേറൊരു സത്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഇടയായി തീർന്നത് വേദപുസ്തകം വായനയാണ്. അത് വേദപുസ്തകം വായന എന്ന് പറഞ്ഞാൽ എനിക്കിത് ഏറ്റവും എൻ്റെ അപ്പനാണ് എനിക്കതിന് പ്രോത്സാഹനം തന്നുകൊണ്ടിരുന്നത്. വൈകിട്ട് അത് പുസ്തകം വായനയുടെ സമയം എനിക്കാണ് വേർതിരിച്ച് തന്നത്. അത് ഞങ്ങളുടെ സമുദായങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്നൊരു ഭാഗം, പുതിയ നിയമത്തിൽ ഒരു ഭാഗം, സങ്കീർത്തനം ഒരു ഭാഗം, ഇത് വായിക്കുക. എല്ലാ ദിവസവും വൈകിട്ട് അത് വായിച്ച് പ്രാർത്ഥിച്ച്, അല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം തരികയില്ല. അങ്ങനെയുള്ള ഒരു ക്രമീകരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നത് എൻ്റെ അപ്പൻ തന്നെയാണ്. അങ്ങനെ വചനം വായിക്കുന്നവരും എൻ്റെ ഹൃദയത്തിൽ അത് യഥാർത്ഥമായ ആരാധന ഇതല്ലെന്നും സത്യദൈവമുണ്ടെന്നും സത്യദൈവത്തെ ആരാധിക്കേണ്ട വിധം ഏതാണെന്നുള്ളത് ബൈബിളിൽ കൂടെ എന്നെ മനസ്സിലാക്കിയ ഒരു ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. അത് ഞാൻ തേടിയെത്തി. അതെങ്ങനെ കണ്ടെത്താം എന്നുള്ള ആ ചിന്ത എൻ്റെ ഉള്ളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തു എന്നെ അതിലേക്ക് വഴി നടത്തുകൊണ്ടൊക്കെ ഇടയായിട്ട്. എന്നാൽ ഞാൻ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് എൻ്റെ 20-ാമത്തെ വയസ്സിൽ ഞാൻ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരു പട്ടാളത്തിൽ ചേർന്ന് പട്ടാളത്തിലെ ഒരു പടയാളിയായി, അത് ISC ഇന്ത്യൻ സിഗ്നൽ കോർപ്സിൽ ഒരു പടയാളിയായി തീരുവാണ്ടൊക്കെ ഇടയായി തീർന്നു. അക്കാലത്ത് അത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അത് ബർമയുടെ സൈഡൊക്കെയും അത് ജപ്പാൻ വന്ന് ബോംബിട്ട് നശിപ്പിക്കുന്ന സമയത്തൊക്കെയും ഞാൻ ജബൽപൂരിലുണ്ട്. അത് ഞങ്ങളുടെ ബറ്റാലിയൻ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അമേരിക്കയിൽ നിന്ന് അത് ജപ്പാൻ്റെ 2 സ്ഥലങ്ങളിൽ കൊണ്ട് അത് ബോംബിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. അത് അങ്ങനെ ആ യുദ്ധം പെട്ടെന്ന് തീരുകയും ഒരു 5 വർഷക്കാലം പിന്നെ അവിടെ നിന്നുകൊണ്ട് അത് പട്ടാള സർവീസിൽ നിന്നു. പിന്നെ ഞാൻ റിലീസ് വാങ്ങിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. വീട്ടിൽ മടങ്ങിപ്പോരുമ്പോൾ നല്ല യൗവനവും നല്ല ആരോഗ്യവും നല്ല ബലവും ശക്തിയുമുള്ള സമയമാണ്. ആ സമയത്തൊക്കെയും അത് ഞാൻ വലിയ അധ്വാനിയായിരുന്നു. അങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന കാലത്ത് അത് ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. സത്യമെന്തെന്ന് അറിവാനൊക്കെ ഇടയായിത്തീരുവാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിലൊരു ദൈവ കൃപ വ്യാപിച്ചു. അത് ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്, താമസമുണ്ട്. ഒരു ശനിയാഴ്ച ഞങ്ങൾ രാവിലെ ഞാൻ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് അത് ജോലിക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ, ഒരു കൂടി കപ്പ പിടി തരാമെന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്നു. അത് അങ്ങനെ കപ്പ പിഴിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ബോധക്കേടുണ്ടായി. നല്ല ബോധക്കേണ്ടെന്ന് യാതൊരു വിധത്തിലും എനിക്ക് ജീവനില്ലാത്ത മട്ടിൽ ആയിത്തീർന്നു. അപ്പോൾ ഞാൻ അവിടോട്ട് കിടന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശക്തി വന്നു. ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ വന്ന് പായ കിടക്കുമ്പോൾ ഒരു ദർശനമാണ് തന്നത്. ആ ദർശനം അത് എൻ്റെ ഉള്ളിൽ നല്ല ആത്മീയ പ്രകാശത്തിൽ, ആ ദർശനത്തിൽ എന്നെ സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു
കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത് മനോഹരമാകുന്ന ഒരു ഭയങ്കര വിശാലമാകുന്ന സ്ഥലത്ത് അനേകായിരം ലൈറ്റുകൾ പോലെ ശോഭിക്കുന്ന പോലുള്ള പ്രകാശത്തിന് മുമ്പിൽ അത് എന്നെ 3 പേര് കൂടി അങ്ങോട്ട് എടുത്ത് പൊക്കി അങ്ങോട്ട് കൊണ്ടുപോയി എന്ന സ്ഥലത്ത് അതേ വെള്ള വസ്ത്രധാരികളായി അനേക കോടാക്കോടി ജനങ്ങളെ അവിടെ കാണുവാൻ റെഡിയായിട്ടുണ്ട്. മാത്രമല്ല അതേ വെള്ള വസ്ത്രം ധരിച്ച ഒരു ഇരിപ്പിടം അവിടെ ഒരുക്കിയിട്ടിരിക്കുന്നു. അവിടേക്ക് എന്നെ കൊണ്ടുപോയി ഇരുത്തി 2 പ്രാവശ്യം എനിക്ക് കാണുവാൻ 2 പ്രാവശ്യം കണ്ടിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം അതേ 3-ാം അധ്യായം എടുത്ത് വായിക്കാൻ പറഞ്ഞു. അത് പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. ഞാൻ പുസ്തകം എടുത്ത് വിടർത്തിയപ്പോൾ നീക്കോദിമോസ് അത് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അവിടെ നീക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, അത് നീ പള്ളിപ്രമാണിയാണെങ്കിലും നീ വെള്ളത്താൽ ആത്മാവിലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം അത് എനിക്ക് ഗ്രഹിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അത് ആ വചനം എൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഇനി ഒട്ടും താമസിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സ്നാനമേറ്റ് അത് ദൈവസഭയോട് ചേരണമെന്നുള്ള അത്യന്ത ആഗ്രഹം എന്നിൽ ഉദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ അപ്പൻ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനെ എൻ്റെ അടുക്കൽ വിട്ടു. ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ വന്ന് എന്നോട് പറഞ്ഞിടാ പല കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നോട് ചോദിച്ചു, നീ സ്നാനപ്പെടാൻ പോകണമെന്ന് ചോദിച്ചു. അതെ, ഞാൻ സ്നാനപ്പെടാൻ പോകാൻ പറ്റാമെന്ന് പറഞ്ഞു. അതെൻ്റെടാ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ സ്നാനപ്പെടാമല്ലോ, അവർ മരിച്ചാൽ സ്വർഗത്തിൽ പോകുകയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കുന്ന ആ ഒരു കൂട്ടത്തിന് രക്ഷയുണ്ടെന്നുള്ളത് എൻ്റെ ദൈവം പറയും, എൻ്റെ കർത്താവ് പറയുന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മെത്രാച്ചൻ പോകുമോ ആരുമോ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, എൻ്റെ കാര്യമാണ് ഞാൻ ചിന്തിക്കുക, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ആരും തടസ്സമൊന്നും പറഞ്ഞില്ല. അത് സ്നാനപ്പെടുവാണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പലയിടങ്ങളിൽ ഓടിപ്പോയെങ്കിലും എൻ്റെ ജന്മനാട്ടിൽ അഥവാ എൻ്റെ അപ്പൻ പള്ളിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പള്ളിക്കടയിൽ വേണം സ്നാനം. പമ്പാ നദിയിൽ അത് ചെറുപുഴ അത് ആറ്റുംഭാഗത്തുള്ള ആ പള്ളിയിലാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പള്ളിയിൽ എൻ്റെ അപ്പൻ മധുവായിൽ നിന്നുകൊണ്ട് അച്ഛൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല സാക്ഷ്യമുള്ള അല്ലെങ്കിൽ നല്ല അഭിപ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പന്. ആ പള്ളിക്കടയിൽ വേണം ഞാൻ സ്നാനപ്പെടാൻ. അപ്പോൾ ആ സ്നാനപ്പെടുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നാണക്കേടാകുമോ എന്നുള്ള വലിയൊരു ഭയം എനിക്കുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ച് അവിടെ തന്നെ സ്നാനപ്പെടുവാൻ്റെ കോണം ഇടയായി തീർന്നു. സ്നാനപ്പെട്ടെങ്കിലും ഞാൻ പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് പോയില്ല. സമുദായത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ ദൈവകൃപയിൽ അതേ മുൻപോട്ട് പോകും തോറും ദൈവത്തിൻ്റെ ആത്മാവിനെ ഉദ്യോഗിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതുണ്ട്. അതെ, ഞാൻ തനിയെ പണിയെടുക്കുന്ന സമയത്ത് അതെ എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം എപ്പോഴും ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെ, വേണ്ടത്ര കൃഷിഭൂമി അവിടെ വീട്ടിൽ ഇല്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് ആഗ്രഹിച്ചു, ദൈവമേ എനിക്ക് അല്പം ഭൂമി വേണം, അത് എങ്ങനെ കിട്ടും? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്ന് ഞാൻ ഒറ്റയ്ക്കിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് വെച്ചാണ് അത്യൻ്റെ ശക്തി എന്നെ നിറച്ചു. എനിക്ക് അടക്കിക്കൂടാൻ മേലാത്തവണ്ണം അതിഭയങ്കരമാകുന്ന ആത്മാവിൻ്റെ ശക്തി പ്രവാഹം എൻ്റെ മേലങ്ങോട്ട് പ്രവഹിച്ചപ്പോൾ ഞാനറിയാതെ തന്നെ അന്യഭാഷകൾ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും തക്കവടിയായിട്ടുണ്ട്. പലരോട് ഓടിക്കൂടി എന്ത് ഭവിച്ചുവെന്ന് അത് പലരും ചിന്തിച്ചു. ഞാൻ അത് നോക്കിയപ്പോൾ ചുറ്റും ആളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നു. ഞാൻ അന്യഭാഷകളിൽ സംസാരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ദൈവത്തിൻ്റെ അന്ന് മുതൽ ദൈവത്തെ ആത്മാവിനെ ഉദ്യമിപ്പിക്കാൻ തുടങ്ങി. മുന്നോട്ട് ഉദ്യമിക്കും തോറും ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അത് പ്രാർത്ഥിപ്പാനുള്ള വെമ്പലാണ് എനിക്കുണ്ടാകുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കണം. അതിനെന്ത് ചെയ്യും? വൃക്ഷത്തിൻ്റെ തണലിൽ അതേ മുഴങ്കാലം മുടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവനെ ഉദ്യോഗിപ്പിച്ച് അതെ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന കാലത്ത് വലിയ പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ കൂട്ടങ്ങളൊക്കെ ഞങ്ങൾ പോകും. സമുദായത്തിലാണെങ്കിലും 10, 200, 250 പേര് കൂടുന്ന വലിയ കൂട്ടങ്ങളുണ്ട്. വലിയ ഉണർവ് നടക്കുന്ന സമയങ്ങളാണ്. ആ സമയത്തൊക്കെയും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ദൈവം എന്നെ നിറയ്ക്കവിടെയായി തീർന്നു. രോഗശാന്തി വരം കർത്താവ് എനിക്ക് തന്നു.
എനിക്ക് തന്നെ ഉണ്ടായിരുന്ന പല രോഗങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമായി ഭേദമായി അത് ഇന്നുവരെയും വന്നിട്ടില്ല. എനിക്കുണ്ടായിരുന്ന ഒരു മഹാരോഗം ഒരു തലവേദനയായിരുന്നു. ആ തലവേദന എപ്പോഴും എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അപ്പൻ പലപ്പോഴും അതിനുവേണ്ടി കൊടിഞ്ഞാണെന്ന് പറഞ്ഞ് കൊടിഞ്ഞ വിലക്കാനും ഒക്കെയും പലരെയും അതേ പോയി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം പള്ളിയിപ്പാൻ ഞാൻ ഡ്രസ്സ് ചെയ്തിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ആ തലവേദന വന്നിട്ട് എനിക്ക് കണ്ണു തുറക്കാൻ മേലെ ആകപ്പാടെ വല്ലാത്ത വിഷമത്തിലായി. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളത്തോട് പറഞ്ഞു, നീ എന്തിനെ ഭീതിപ്പെടുന്നു? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, പിന്നെ നീ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ച് ഞാൻ പെട്ടെന്ന് വായിട്ട് മുഴങ്കാലിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏതോ ഒരു അതിശയമായ കരം എൻ്റെ നെറ്റിക്ക് വയ്ക്കുകയും അതുമുതൽ ഇതുവരെയും ആ വേദന എനിക്കുണ്ടായിട്ടില്ല. ദൈവാത്ഭുതമാകുന്ന വിധത്തിൽ എന്നെ വിടുവിച്ചു, രക്ഷിച്ചു. അത് മാത്രമല്ല, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെയാണ് എൻ്റെ ഒരു കാലിൽ ഒരു വരട്ടാണി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാകുന്ന വേദന. മഞ്ഞുകാലത്ത് നിലത്ത് കുത്താൻ പാടില്ലാത്ത വിധത്തിൽ വളരെ വേദന അനുഭവിക്കുന്ന ഒരു രോഗമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുറ്റും 19 ആണി ചെറിയ കുഴിയാനെ പോലെ കാണുവാൻ കേട്ട് ഞാൻ ദൈവത്തോട് ദൈവമേ, ഈ ഒന്ന് വന്നപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഇതെല്ലാം കൂടെ എൻ്റെ ശരീരത്തിൽ ബാധിച്ചാൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും, ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ എൻ്റെ കരത്തിന് ശക്തിയുണ്ട്, ഞാൻ ബലമുള്ള ദൈവമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ദൈവം എന്നോട് കൽപ്പിച്ചു. ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കാലിൽ പഴയതുമില്ല, പുതിയതായി വന്ന ഒരാടിയുമില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന കാലത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായി, ദൈവമേ, എനിക്ക് ചില സ്ഥലം വേണം, എനിക്ക് സ്വയമായി പ്രവർത്തിപ്പാൻ ഗുണം, സ്വയമായി ജീവിപ്പാൻ ഗുണം, ഒരു സ്വല്പം സ്ഥലം വേണം. അതെങ്ങനെ സംഭവിക്കും? 1957 ഭയങ്കര വിമോചന സമരകാലം നടക്കുന്ന കാലത്ത് അന്ന് 1959 കട്ടപ്പനയുടെ പ്രദേശത്തേക്ക് കടന്നുകൊണ്ടൊക്കെ റെഡിയായി തീർന്നു. കട്ടപ്പനയുടെ പ്രദേശത്ത് അന്ന് PT ചാക്കോ എന്ന് പറയുന്ന ആൾ റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ എൻക്രോച്ച് നടക്കുകയാണ്. ഞാൻ പട്ടാളത്തിലായിരുന്നുകൊണ്ട് എക്സ് സർവീസുകാർക്ക് അവിടെ ഭൂമി കൊടുക്കുന്നെന്ന് കേൾക്കുക ഇടയായി തീർന്നു. അങ്ങനെ എക്സ് സർവീസുകാരായി പലർ അവിടെ കടന്നുപോയെങ്കിലും അവിടെ ഉപ്പ് കണ്ട വന്ന സ്ഥലത്ത് എക്സ് സർവീസുകാരും നാട്ടുകൂടായിട്ട് ഭയങ്കര ബഹളമുണ്ടായി, കൊലപാതകമൊക്കെ നടക്കുക ഇടയായി തീർന്നു. എന്നാൽ അതിലൊന്നും പെടാതെ ഞങ്ങൾ ഒരു പ്രദേശത്തെ ഒതുങ്ങിക്കൂടി അവിടെ ജീവിച്ചു. കുറച്ച് ഭൂമി വെട്ടിയടിക്കുവാനൊക്കെയാണ് ആഗ്രഹിച്ചു. ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ പാറയിൽ ഒരു ഏറ്റുമാടമുണ്ട്. ആ ഏറ്റുമാടത്തിലാണ് താമസിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അവിടെ ഒരു കത്തോലിക്ക പ്രായമുള്ള ഒരു അപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു കിടക്കുകയാണ്. അങ്ങനെ കിടന്നപ്പോൾ ആത്മാവ് എനിക്കെപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള നിർബന്ധമാണ്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിക്കുന്ന കാര്യത്തിലേക്ക് വലിയ ശ്രദ്ധയാണ്. ഞാൻ പാടിയ പാട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. തിരുക്കരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. ഈ പാട്ട് പാടിയപ്പം കാരണം എന്നോട് ചോദിച്ചു, എടാ നീ എന്നാ ദൈവത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ ദൈവത്തെ വിളിക്കുകയല്ല, അനുഗ്രഹത്തിന് അതിവേ എന്നുള്ള പാട്ടാണ് ഞാൻ പാടിയത്. ആ പാടുപാടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ ഞങ്ങൾ മദ്യപിയൊക്കെ ചെയ്യും. ഞാൻ ചോദിച്ചു, അപ്പോൾ അയാളുടെ കഴുത്തിൽ ഒരു പിന്തിങ്ങ കിടപ്പുണ്ട്, ഒരു യേശുവിൻ്റെ രൂപമുണ്ട്. ഞാൻ ചോദിച്ചു, പക്ഷേ നിങ്ങൾ ഈ കള്ളൊക്കെ കുടിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ രൂപത്തെ കണ്ടുകൊണ്ട് കുടിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, അത് പുറകോട്ട് ഞങ്ങൾ പുറത്തോട്ടിട്ടും വെച്ച് കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം കാണുകയും ചോദിച്ചു. ഞാൻ 139 സങ്കീർത്തനം അദ്ദേഹത്തോട് പറഞ്ഞു, യഹോവ ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല, അതുകൊണ്ട് യഥാർത്ഥമായിട്ട് അത് ശരിയല്ല എന്നെ പറയുവാനൊക്കെ ഇവിടെയായി തീർന്നു. ഞാൻ 139 സങ്കീർത്തനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ആലോചന വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ നീ എന്നെ കണ്ടു, ഒന്നുമില്ല
ഇരുന്ന നാളിൽ ഞാൻ ആകാരമായിരുന്നപ്പോൾ തന്നെ നീ എന്നെ കണ്ട് നീ കിട്ടുക ഒന്നുമില്ലായിരുന്നപ്പോൾ ഇവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടു. എൻ്റെ പേര് ദൈവം സ്വർഗത്തിൽ എഴുതിയിരുന്നതുകൊണ്ട് ദൈവകൃപയാൽ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നതൊക്കെ റെഡിയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ പറയുന്നൊരു കാര്യം സത്യം ഒന്ന് മാത്രമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നു, അവരുടെ ജീവപാഠങ്ങളിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഏത് സ്ഥാനത്തായാലും എവിടെയായാലും യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ വായിക്കുന്നു. യാക്കോബ് അപ്പൻ്റെ ഭവനം വിട്ട് തൻ്റെ സകല ആശ്രയം വിട്ട് താൻ ഓടിപ്പോയി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ്റെ സൂര്യൻ അസ്തമിച്ചു. ആ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ കിടന്ന ഒരു കല്ല് തലയണയായി വെച്ച് അതിന്മേൽ കിടന്നുറങ്ങിയപ്പോൾ ഒരു ദർശനമാണ് കണ്ടത്. സ്വർഗം തുറന്നിരിക്കുന്നതും അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ സ്വർഗത്തോളം ഗോവണിയും കണ്ടു. ആ ഗോവണി കൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ അത് യാക്കോബ് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ അനുഭവത്തിലും പറയാനുള്ളത് അറിയാവുന്ന സത്യം അതാണ്. ഞാൻ എവിടെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലും അവരെ കരവ് തന്നെ നടത്തുന്നു എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ 1000 അനുഭവങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കട്ടപ്പന പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. കുടുംബമായിട്ട് ആരും തന്നെ ഇല്ല. ഞാനും കുടുംബമായിട്ടല്ല ചെന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് യാതൊരു നിവൃത്തിയില്ല. എങ്ങനെ ഞാൻ പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ പൈസയൊന്നുമില്ല. എനിക്ക് സ്വയമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതല്ല, അപ്പൻ്റെ സ്വത്തുമൊന്നും കൊണ്ടുപോകണമെന്ന് എനിക്ക് താല്പര്യപ്പെട്ടില്ല. 40 രൂപ ഒരു പശുക്കിടാവ് എനിക്കുണ്ടായിരുന്നു. ആ പശുക്കിടാവിനെ വിറ്റ് 40 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 40 രൂപയും കൊണ്ടാണ് ഞാൻ ആ കട്ടപ്പന വെച്ച് കടന്നു ചെന്നത്. അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞ് അത് കാട് വെട്ടാൻ ആരംഭിച്ചു. കാട് വെട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു പണിക്കാരനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ആ പണിക്കാരൻ ഞാനുമായിട്ട് അവിടെ നിന്ന് കാട് വെട്ടി അത് കുറേ ഭൂമി വളഞ്ഞെടുത്തു. ആ ഭൂമി വളഞ്ഞെടുത്ത് അത് കൃഷി ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ അത് അവിടെ ഭയങ്കര കാട്ടാനയുടെ ശല്യം. കാട്ടാന ശല്യം കൊണ്ട് വളരെയധികം മടുത്ത സമയമാണ്. കാട്ടാന മാത്രമല്ല, ഭയങ്കരമാകുന്ന ദുഷ്ടമൃഗങ്ങളുടെ നടുവിൽ അത് ദൈവത്തെ സേവിച്ച് ദൈവത്തെ മുൻപോട്ടിറങ്ങി പുറപ്പെട്ടപ്പോൾ അത് ഇതിൻ്റെ ശല്യമൊന്നും ഞാൻ അത്ര വകവെച്ചില്ലെന്ന് വെച്ചാൽ എനിക്ക് അതൊരു ഭയമില്ലായിരുന്നു. എന്ത് ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ട്. ഞാൻ അത് ഒരു പ്രാവശ്യം കട്ടപ്പനാട് പ്രദേശം നടന്ന് അത് വീട്ടിലേക്ക് കടന്ന് ഞാൻ പാർക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ആന പ്രസവിച്ച് അതിൻ്റെ കുട്ടിയും അവർ കൊമ്പനുമായിട്ടവിടെ നിൽക്കുന്ന അരികിൽ നിൽക്കുന്ന ഒരു കാടിൻ്റെ സമീപത്തോടെ ഞാൻ കടന്നു പോകുന്നത്. അതിനപ്പുറത്തുനിന്ന് കുറേ പേര് വിളിച്ച് പറയുന്നുണ്ട്, നീ അതിലെ പോരരുതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അതിൻ്റെ ഭയങ്കര ചീറ്റൽ ഞാൻ കേട്ടെന്നല്ലാതെ അത് എന്നെ ഒന്നും ഉപദ്രവിച്ചില്ല. ഞാൻ ആ ഭാഗത്തൂടെ കടന്നു ചെന്നു. അവിടുത്തെ കടന്നു ചെന്ന് സ്ഥലമൊക്കെ അത് വെട്ടിപ്പിടിച്ചങ്ങനെ ഏറ്റുമാടത്തിലാണ് താമസിക്കുന്നത്. ഏറ്റുമാടത്തെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് 4 മണിക്ക് മുമ്പ് ഏറ്റുമാടത്തെ കയറണം. അതിന് മുമ്പേ ആന വന്നിരക്കും. അത് ഏറ്റുമാടത്തെ കയറി അതേ കടന്ന് ഞങ്ങൾ കിടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാൻ ആദ്യത്തെ കൃഷി ആരംഭിച്ചു. കഴിഞ്ഞ് വലിയ പഞ്ഞവും പട്ടിണിയുമൊക്കെ ആയി, കൈ കാശുമില്ല, ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണിക്കാരനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ നാട്ടിലേക്ക് പോകൂ, ഇച്ചിരി അരിയുമുണ്ട്, ഇച്ചിരി ഉപ്പും മുളകൊക്കെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും 2 ആഴ്ച ജീവിക്കാൻ, നീ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ ഞാൻ ഏറ്റുമാട്ടത്തിൽ ചെന്നപ്പോൾ ഞാൻ വെച്ചിരുന്ന അരിയുമില്ല, ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ആരോ അത് മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്നാൽ അതെ ഒരു നിവൃത്തിയില്ലാതെ 3 ദിവസം മുഴുവൻ അതെ പട്ടിണി കിടക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ കാട്ടാനയുടെ ഭയങ്കര ശല്യം. എപ്പോഴും വന്ന് ശല്യപ്പെടുത്തൊക്കെ ഞാനും അതുമായിട്ട് വലിയ ദൂരമല്ലാത്ത രീതിയിൽ അതിന് രാത്രി സമയത്ത് എങ്ങും പോയപ്പോഴെങ്കിൽ ആര് കൂട്ടി ആടിക്ക് ചുറ്റും വട്ടം നടന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു. 3-ാമത്തെ ദിവസം ഒരു നിവൃത്തിയുമില്ല. അവിടെ ഒരു കളമുണ്ട്. ആ കളത്തിൽ പോയി ഒരു ചാക്കും വിരിച്ച് ഞാൻ അതേ കിടന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഒരാൾ വന്ന് എന്നെ തട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഈ കാപ്പി ഒരു ഗ്ലാസ് നല്ല കാപ്പിയും കൊണ്ടാണ് എൻ്റെ തലക്കൽ നിൽക്കുന്നത്, നീ
എന്നെ വിളിച്ചാ ഈ കാപ്പി ഒന്ന് കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പാടില്ല. എന്നെ കണ്ണു തുറന്നു. ഞാൻ മിഴിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വിട്ട പണിക്കാരനാണ് വന്ന് നിൽക്കുന്നത്. അവൻ കാപ്പി തലക്ക് വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അത് അച്ഛൻ ഈ കാപ്പി ഒന്ന് കുടിക്ക്. ഞാൻ ഉടുത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ വളരെ മുഷിഞ്ഞതാണ്. പെട്ടെന്ന് ഡ്രസ്സും തന്നു, ഇതൊന്ന് കഴുകിക്കൊണ്ട് അതിങ്ങോട്ട് ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് ഇങ്ങോട്ട് ഊരിത്താ, ഇത് ധരിച്ചുകൊണ്ട് ഊരിത്തരാൻ പറഞ്ഞു. ഊരിക്കൊണ്ട് ഞാനിത് കഴുകിക്കൊണ്ടുപോയിട്ട് അരിയാൻ അടപ്പയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഏലിയാവ് ചൂരച്ചിൻ്റെ തണലിൽ പോയി കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി അപ്പവും കൽമേൽ ചുട്ട് അപ്പവും ആയിട്ട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന ആ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദൈവമക്കളെ, യഥാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായാലും കാക്കേണ്ട ദൈവത്തിൻ്റെ പരിപാലനമാണ്. അത് ഞാൻ പൂർണ്ണമായി അതന്ന് വിശ്വസിപ്പാൻ എനിക്ക് ഇടയായി തീർന്നു. അത് വന്നപ്പോഴാണ് ചരിത്രമൊക്കെ എന്നോട് പറയുന്നത്. എന്താണ്, ഞാൻ ഇവിടുന്ന് പോയി ആ കഷ്ടതയുടെ ആരംഭിച്ച സമയത്ത് തന്നെ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് ദൈവദൂതൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെന്ന് പറഞ്ഞു, അത് കട്ടപ്പന ഭയങ്കര കഷ്ടമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പണിക്കാരനെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അപ്പൻ്റെ പണിക്കാരൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ചെന്നാൽ പിന്നെ അച്ചായൻ പറഞ്ഞത്, അതുകൊണ്ട് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല, നീ ഇന്ന് തന്നെ നാളെ തന്നെ പോകണമെന്നും പറഞ്ഞ് അപ്പനോടിന്ന് കുറേ സാധനമൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു. അങ്ങനെയാണ് അവനോട് പരിപാടിയായി തീർന്നത്. അങ്ങനെ ആ പ്രയാസം നടുവിൽ കൂടെ മുൻപോട്ട് ജീവിച്ചു പോകുമ്പോൾ ഞാനൊരു ദിവസം ഞങ്ങൾ രണ്ടും കൂടെ ആനയുടെ ഭയങ്കര ശല്യമാണ്. രണ്ട് ഏറ്റുമാടമുണ്ട്. അതിൻ്റെ ഏറ്റവും വസ്തുവിൻ്റെ അതിരിലുള്ള ഏറ്റുമാടത്തിലോട്ട് കയറാൻ പോയി. അപ്പോൾ കട്ടപ്പന ചെന്ന് കുറേ ഓലപ്പടക്കമൊക്കെ മേടിച്ച് ആനയുടെ ശല്യത്തിന് പടക്കമൊക്കെ പൊട്ടിച്ച് കയറാനാണ് ചെന്നത്. ആ ഏറ്റുമാടത്തെ കയറുന്ന സമയത്ത് ആനയുടെ ഭയങ്കര ശല്യം. അവൻ മരത്തെ കയറി. എനിക്ക് മരത്തിലൊന്നും കയറാനൊരു വശവുമില്ല. അങ്ങനെ വന്നപ്പോൾ കോവണി ഉണ്ടായിരുന്നു. കോവണി ആന തല്ലിപ്പരത്തെല്ലാം കളഞ്ഞ് ആകപ്പാടെ ഭയങ്കര പ്രയാസത്തിലായിരിക്കുകയാണ്. ആ സമയത്ത് അവനവിടെ നിന്നുകൊണ്ട് ഒച്ച വെച്ചപ്പോൾ ഒരാന ചാടി വന്നു. ആന ചാടി വന്ന് എന്നെ എത്തിപ്പിടിക്കാനുള്ള സമയം വരെ അടുത്തപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് എൻ്റെ ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എൻ്റെ കണ്ണുറന്നിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ കരം ബലമുള്ള കരമാണ്. ആ ബലമുള്ള കരത്തിൽ ദൈവനെ കാക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ആന വന്നപാടെ അവിടെ നിന്നു. ഒരു ചോട്ടടി പോലും മുന്നോട്ട് വെച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ താഴെ ഇറങ്ങിപ്പോന്നു. അപ്പോൾ ആനയുടെ കയ്യിൽ നിന്നും വെടിവെച്ച ദൈവം ശക്തനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതായിരുന്നു. അത് മാത്രമല്ല, ആദ്യകാലത്ത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന കപ്പ കൃഷിയാണ്. ആ കപ്പ കൃഷി ചെയ്ത് രാവിലെ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഒരു കത്തോലിക്കിൻ്റെ പറമ്പിലുള്ള പാറയല്ല അതിടുന്നത്. ആ പാറ ചെന്ന് രാവിലെ വാരിയിടാൻ ഞാൻ കൂടെ അവിടെ ചെന്ന് കപ്പ വാരി നിരത്താൻ ചെന്നപ്പോൾ എൻ്റെ ആ കാലത്ത് വെള്ളയാങ്കുടി വലിയ കണ്ടമെന്ന് പറയുന്ന സ്ഥലത്ത് മസൂരി വന്ന് മനുഷ്യൻ ചത്തൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എൻ്റെ നെറ്റിക്ക് അതിഭയങ്കരമാകുന്ന ഒരു മസൂരിയുടെ ഒരു ഇത് വന്ന് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ നെറ്റിക്ക് വെച്ച് എന്താണ് യോറിയ നിൻ്റെ നെറ്റിക്ക് കാണുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ നെറ്റിക്ക് കണ്ടത് കൂടാതെ ഞാൻ എൻ്റെ നെഞ്ചത്ത് നോക്കിയപ്പോൾ നെഞ്ചത്തും ഒരു 3 എണ്ണം കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു ഭയമായി. ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടുകുത്തി ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് മസൂരി വന്ന് ഞാനിവിടെ കിടന്നാൽ എനിക്കാരുമില്ല സഹായിപ്പാൻ, അതുകൊണ്ട് ഈ വന്നല്ലാതെ ഒരെണ്ണം എൻ്റെ ദേഹത്ത് വരരുത് എന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണാടി എടുത്ത് നോക്കി. വന്നതുമില്ല, ഒന്നുമില്ല, എന്നെ പനിച്ചു പോലുമില്ല. ദൈവ രോഗസൗഖ്യത്തിൻ്റെ ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാൻ്റെ ഗുണം ദൈവടിയാക്കി തന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിലെത്ര സത്യങ്ങൾ, എത്ര ആഴമായി സത്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥമായി അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നായി നിറവേറാൻ തുടങ്ങി. ഞാനിങ്ങനെ പാടി, സത്യവാനാം ദൈവമെന്തു വാഗ്ദത്തങ്ങൾ നമുക്കായിത്താൻ പുസ്തകത്തിൽ മാല പോലെ നൽകുന്നു. ഒന്നൊന്നാസ്വദിപ്പോർക്കവനെല്ലാമാകുന്നു.
ഭാരമെന്നോ വ്യസനമെന്നോ നമുക്കുരപ്പാൻ വകയെന്ത്, സമസ്ത ഭാരം യേശു മാറില്ലേറ്റല്ലോ. ക്രൂശിൽ ഖേദമെല്ലാം പ്രാണനാഥൻ തീർത്തല്ലോ. ഈ ഭാഗങ്ങളിൽ ഞാൻ അങ്ങോട്ട് പാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. മാത്രമല്ല ഞാൻ ഏറ്റവും അടുത്ത് കിടന്ന് പാടും. നേരം വെളുപ്പിനെ എഴുന്നേറ്റ് അതിശക്തമായി പാടുമ്പോൾ അവിടെ താമസിക്കുന്ന മറ്റു പലരും ആ പാട്ട് ശ്രദ്ധിക്കും. ഞാൻ നേരം വെളുത്തെഴുന്നേറ്റ് വരുമ്പോൾ എന്നോടൊരു പറയും, അച്ചായം പാടിയ പാട്ട് ഇന്നതായിരുന്നു. ഞങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞാൻ വളരെ കടപ്പെട്ടു. മാത്രമല്ല എനിക്ക് 6 മക്കളുണ്ട്. 4 ആൺമക്കളും 2 പെൺമക്കളും. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആ വാഞ്ച എനിക്കുണ്ടായിരുന്നു. 128-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിൻ്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്കും നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലികൾ ദൈവം. യോഗഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നുള്ള ദൈവത്തിൻ്റെ വചനം അത് എപ്പോഴും എൻ്റെ ഹൃദയത്തെ അലട്ടിക്കൊണ്ട്. എന്തുകൊണ്ട് അയ്യോ തൻ്റെ മക്കൾ പാപം ചെയ്ത് വലത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി മക്കളുടെ പേരൻപ്രകാരം യാഗം കഴിക്കുന്ന പോലെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു സംഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തതാണ്. എവിടെ പോയാലും എവിടെയായാലും അത് ആ പ്രാർത്ഥനയിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അത് മാത്രമല്ല, ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ അനേകരുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത് ആ ഭാഗ്യവാനെപ്പറ്റി കാണുവാനൊക്കെ ഇടയായി തീർന്നു. 112-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവയുടെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണം അത് അനുസരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഭാഗ്യവാനാണെന്നുള്ളത് അത് രുചിച്ചറിവാൻ്റെ കൊണ്ണം കർത്താവ് സഹായിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ആ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ആ ഭാഗ്യം ഏറ്റവും അത് അനുഗ്രഹപ്രദമാണ്. അത് മാത്രമല്ല, അത് 84-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഭാഗ്യവാന്മാരെ പറ്റി പറയുന്നുണ്ട്. യഹോവയുടെ ആലയത്തിൽ ഭാഗ്യവാൻ, അവൻ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലനിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെ മനുഷ്യൻ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതുമാതിരി 12-ാം വാക്യം വായിക്കുമ്പോൾ അത് സൈന്യങ്ങളെ യഹോവേ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിലെ ആശ്രയം ആ മുറുകെ പിടിപ്പണ്ടക്കൊണ്ടും അന്നും ഇന്നും എനിക്കിടയാകുന്നു. ഇന്നിപ്പോൾ എനിക്ക് 86 വയസ്സുണ്ട്. 86-ാമത്തെ വയസ്സിലും ദൈവനെ നടത്തുന്ന ദൈവത്തിൻ്റെ ബലമാണ്. എനിക്ക് യാതൊന്നും പറയുവാനില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഒടുവിൽ അകാല പ്രതിയാകുന്ന എനിക്ക് അവൻ പ്രത്യക്ഷനായി. അത് ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്നെ നടത്തുന്നതെന്നും മാത്രമാണുള്ളത്. 134-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ദൈവത്തെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ് ഭാഗ്യവാൻ. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ഞാൻ ഈ ഭാഗം ചിന്തിക്കുവാനിടയായി തീർന്നു. എങ്ങനെയാണ് പാപം മറച്ചു കിട്ടുന്നത്? അത് ന്യായപ്രമാണ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ എനിക്കവിടെ ഞാൻ ചെറുപ്പത്തിലെ പുസ്തകം വായിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമായിട്ട് ഞാനവിടെ ചിന്തിക്കേണ്ട ഇടയായി തീർന്നു. അത് യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ, അത് യഹൂദയുടെ പാപ ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും തെളിവായി എഴുതിയിരിക്കുന്ന ആ പാപത്തെ മറയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. എന്ത്? അത് കുഞ്ഞാടിൻ്റെ ചോര, അത് ആണ്ടുതോറും ഇറക്കുന്ന കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് പാപം മറയ്ക്കുന്നെങ്കിൽ ഞാനൊന്ന് വിശ്വസിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ എനിക്ക് യാഗം അർപ്പിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൽ കൈയെഴുത്ത് മായിച്ച് എന്നേക്കുമായി തുടച്ച് നീക്കിയ ആ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിവർത്തൊക്കെ ഇടയായി തീർന്നു. എന്തുകൊണ്ട്? എൻ്റെ പാപത്തെ മൂടിക്കഴിഞ്ഞു. ഒരിക്കലും ഞാനിനി ഓർക്കയില്ലെന്ന് പറഞ്ഞത് ആ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ സത്യമായ ദൈവത്തിൻ്റെ വചനം അത് ഉള്ളിൽ ഉറയ്ക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ഒരു ഭീതിക്കും അവകാശമില്ല. എന്തുകൊണ്ട്? ദൈവം നമ്മുടെ പാപങ്ങളെ മായിച്ചു കളയല്ല, ആ ദൈവം മറയ്ക്കുകയല്ല, അതിനെ മായിച്ചു കളയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഒരിക്കൽ ഞാൻ ഒരു ഭാഗം കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചുമകളിരുന്ന് സങ്കീർത്തനം ഭൂമിശാസ്ത്രം വായിക്കുകയാണ്. ഭൂമിശാസ്ത്രം വായിച്ചപ്പോൾ പസഫിക് മഹാസമുദ്രത്തിന് 5 മൈൽ ആഴമുണ്ടെന്ന് പറഞ്ഞു വല്യപ്പച്ചനവിടുന്ന് അല്ലേലൂയ 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 3 അല്ലേലൂയ പറഞ്ഞപ്പോൾ ആ മോള് പറഞ്ഞു, അപ്പച്ച ഇത് ബൈബിളല്ല, ഇത് ഞാൻ ഭൂമിശാസ്ത്രമാണ് വായിക്കുന്നു പറഞ്ഞു. മോളെ ശരിയാ, എൻ്റെ പാപത്തെ ദൈവം സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞെങ്കിൽ ഒരിക്കലും പൊങ്ങി വരികയല്ല. പ്രിയമുള്ള ദൈവമക്കളെ, യഥാർത്ഥമായിട്ട് നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങളെ മറയ്ക്കും.
കുറയ്ക്കുകയല്ല, പാപങ്ങളെ മുഴുവനായി മായ്ച്ചു കളഞ്ഞ് ഒരിക്കലും ഓർക്കയില്ല എന്ന് ദൈവം കൽപ്പിച്ച ന്യായപ്രമാണത്തിൻ്റെ ചട്ടം അവളെ കൈയെടുത്തവൻ മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ധൈര്യമായി കൃപാസനത്തിലേക്ക് അടുത്തില്ലുവാൻ തക്കവണ്ണം അതെ അവകാശമുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. എന്തുകൊണ്ട്? കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ തൂങ്ങിയപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല രണ്ടായി ചീന്തി അത് എന്നേക്കുമായി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അഥവാ കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ കാര്യം ദൈവത്തോട് പറയുവാൻ തക്കവണ്ണം നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. രണ്ടാമത് എഴുതിയിരിക്കുന്നു, ലംഘനം അകത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ അതെ, ആത്മാവിലുള്ള കപടം എന്താണ്? അത് ആത്മാവിൽ പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതൽ അവനെ നിത്യം ഉപദേശിച്ചുകൊണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതെ, അതിൽ എഴുതിയിരിക്കുന്നു, നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു എന്ന് എഴുതിയിരിക്കും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. ദൈവത്തിൻ്റെ പൈതൃകങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാണ് നടത്തുന്നത്. ഒരു ദൂതനല്ല, രണ്ട് ദൂതനല്ല, മുൻപും പിൻപും കാവലായി നിന്നുകൊണ്ട് നടത്തുന്ന ദൈവത്തിൻ്റെ ആ ദൂതന്മാരുടെ കാവൽ ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട്? അത് ആനയുടെ മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം. അതെ, ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുമായിട്ട് ചെറിയ കുടിലിൽ കിടക്കുകയാണ്. ആ കുടിലിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയാമങ്ങളിൽ ആനയുടെ ഭയങ്കര ശല്യം ഉണ്ടായപ്പോൾ അത് ആ നാട്ടുകാരെല്ലാം അന്ന് ഉറക്കമില്ലാതെ അത് അവർ തീയും കാഞ്ഞ ഒരു വീട്ടിൽ അവരെ അങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ നല്ല സുഖമായി കിടന്നുറങ്ങി. ആ നല്ല സുഖമായി കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ 1 മണി സമയത്ത് ആരോ എൻ്റെ അകത്തെ തുടയ്ക്കും തട്ടി. ആ തട്ട് എനിക്ക് അല്പമായിട്ട് വേദനിച്ചെങ്കിലും ശരീരത്തിൽ ക്ഷീണവും കഠിന പ്രയത്നത്തിൻ്റെ നിമിത്തമായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. രണ്ടാമത്തെ അടി നല്ല ശക്തമായ ഒരടിയാണ് അടിച്ചത്. അടി എനിക്ക് നല്ലപോലെ നൊന്തു. ആ നോവോടുകൂടി ഞാൻ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ കിടക്കുന്ന ചെറിയൊരു ആലയാണ്. ആലയുടെ അവിടെ ആന നിന്ന് ഓടിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ആന ഓടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആകപ്പാടെ ഭയപ്പെട്ടു. അതിഭയങ്കരമാകുന്ന പ്രയാസം എന്ത് ചെയ്യും? അതൊരു 3 വയസ്സുള്ള ഒരു കുഞ്ഞുകൊണ്ട് ഭാര്യയും ഞങ്ങൾ ഒന്നിച്ച് ഒരു ചെറിയ കിടക്കുകയാണ്. അപ്പോൾ ഭാര്യയെ തട്ടി വിളിച്ചു, എങ്ങനെയും കുഞ്ഞിനെ രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്, ഒരു നിവൃത്തിയുമില്ല, ആന കൊന്നുപോകുമെന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ പറയട്ടെ, ഒന്നൊടിച്ചതല്ലാതെ രണ്ടാമത് പിന്നെ ആന ഓടിച്ചില്ല. ഞാൻ നേരം വെളുത്തു. ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ആനയെ ഒന്നൊടിച്ചല്ലാതെ ഓടിച്ചില്ല. ആന ഓടിപ്പോയ വഴി ഞാൻ നോക്കി. ഈറ്റക്കുറ്റി ഇളക്കിപ്പറിച്ചുകൊണ്ട് ആന ഓടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരാഗ്രഹത്തിൽ പത്രോസിനെ 4 ചവറുള്ള പടയാളിയെ മുമ്പിൽ അത് ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ചെന്ന് പത്രോസിനെ തട്ടി വിളിച്ചു, എഴുന്നേൽക്കാൻ പറഞ്ഞു, നിൻ്റെ പുറത്ത് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. 1-ാം വാതിൽ കിടന്ന് 2-ാം വാതിൽ കിടന്നു, 3-ാമത്തെ ഇരുമ്പാതിൽ തരിയെ തുറന്നു. അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പ്രാർത്ഥിക്കുന്നിടത്തേക്ക് ദൂതൻ കൊണ്ടുപോയി. പ്രിയമുള്ള ദൈവമക്കളെ, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതങ്ങൾക്ക് എത്രയോ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കാവൽ. അപ്പോൾ അത് എനിക്ക് ഓർക്കാൻ തക്കൊണ്ട് 36-ാം സംഘത്തിൽ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയമറിയി അവരെ വിടുവിക്കുന്നു. ഞാൻ കിടക്കുന്ന സ്ഥലം എവിടെയായാലും, കാട്ടിലായാലും വനത്തിലായാലും ഏത് സ്ഥലത്തായാലും ദൈവത്തിൻ്റെ ദൂതന്മാരെ കാവൽ നമുക്കുണ്ട്. അത് യാക്കോബിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് യാക്കോബ് പറയുന്നു, അത് ദൈവത്തിൻ്റെ ദൂതന്മാരവിടെ ഉണ്ടായിരുന്നു. യഹോവയോട് സത്യം ഞാനോ അറിഞ്ഞില്ല. ദൈവനാമത്തിന് മഹത്വം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കാവൽ, നമ്മുടെ പരിപാലകൻ മറ്റാരുമല്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. ദൈവത്തിലുള്ള ആശ്രയം മുറുകെ പിടിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. 1-ാം സംഘത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രസിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിൽ നട്ടിരിക്കുന്നതും തക്കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവനാമത്തിന് മഹത്വം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പെന്തക്കോസ്തിൽ വന്നത് കട്ടപ്പന ചെന്ന് പെന്തക്കോസ്തിൻ്റെ ഞാൻ യാക്കോബിൻ്റെ തീരുമാനം പോലെ ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു തീരുമാനം എടുത്തു. കർത്താവേ, ഞാൻ അറിയാത്ത ദേശത്തേക്കാണ് പോകുന്നത്. നീ എന്നെ ദേശത്തവിടെ എന്നെ കാക്കുക, എന്നെ പരിപാലിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് ഉടുക്കാൻ വസ്ത്രം തന്ന് ഭക്ഷിപ്പാൻ ആഹാരം തന്ന് എന്നെ കാക്കുകയും ചെയ്താൽ ഞാൻ നിനക്കൊരാലയം അവിടെ പണിയും. ആലയം പണിയും മാത്രമല്ല, എനിക്ക് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആവോളം ദൈവം തരുന്ന കൃപയ്ക്കൊത്തോളം ദൈവത്തിൻ്റെ
നാമത്തിന് വേണ്ടി സുവിശേഷീകരണത്തിന് ഞാൻ പ്രവർത്തിക്കാം എന്നുള്ള ഉറപ്പ് ദൈവത്തോട് തീരുമാനം ഞാൻ എടുത്തു. ആ തീരുമാനത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ വന്നു. ആരാധനയ്ക്ക് സൗകര്യമില്ല. ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ മുഴങ്കാലം മുടക്കി ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ റാന്നിക്കാൻ അനേകരുണ്ട്. അവരൊക്കെ ഈ മർത്തമാക്കരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്നു പ്രാർത്ഥിച്ചു. 45 കുടുംബങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് ആരാധിക്കാനൊക്കെ ഇടയായി തീർന്നു. ഞങ്ങൾ കൈത്താങ്ങൾ തരുവാൻ്റെ കൊണ്ണം അന്ന് ചത്തക്കോടിൻ്റെ പാസ്റ്റർ ഇ വി ജോസഫ് എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസൻ ഏലപ്പാറ സെൻട്രലിൻ്റെ പാസ്റ്ററായിട്ടിരിക്കുന്ന അദ്ദേഹം വന്ന് ഞാൻ കൈത്താങ്ങൾ തന്നു. അങ്ങനെ കൈത്താങ്ങൾ തന്ന് നല്ലൊരു ആരാധന അവിടെ നടക്കുമെന്ന് എൻ്റെ വീട്ടിൽ അത് എന്നോട് ഒരു ദിവസം അദ്ദേഹം വന്ന് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യണം, ഇന്ന് ഒരു മാസയോഗം പോലും ഇവിടെ നടക്കുകയാണ്. 3 ദിവസത്തെ യോഗമാണ് നടക്കുന്നത്. ആ 3 ദിവസത്തെ യോഗത്തിന് അദ്ദേഹം ഒരു പട്ടിക തന്നു. ഇത്ര പേര് വരും, അവർക്ക് വേണ്ടി ആഹാരം ഒരുക്കണം. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ സഭയിൽ കൂടി വരുന്നവർക്ക് വേണ്ടിയും ആഹാരം ഒരുക്കും. അങ്ങനെ 3-ാമത്തെ ദിവസം വന്നപ്പോൾ അല്പം പോലും ചോറില്ല. ആ ചോറ് മുഴുവൻ തീർന്നു. അല്പം പോലും ചോറില്ലാത്ത സമയത്ത് അത് നേരം 1 മണി മിച്ചം സമയമായി. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല ചോറ് മുഴുവൻ തീർന്നു, ഇനി എന്നാ ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾക്കും ചോറ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പട്ടിണിയായി. അത് നല്ല വിശപ്പുള്ള സമയമാണ്. ഞാൻ പറഞ്ഞു, ഇനി ഒന്നും ഉണ്ടാകണ്ട, കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കിടന്ന് രാത്രി ആയതുകൊണ്ട് വെളുപ്പായപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ആ ദർശനം ഇതായിരുന്നു: കർത്താവേ, എന്നെ വലിയൊരു സ്ഥാനത്തേക്ക് ആക്കാൻ പോകുന്നു, അത് ദൈവം വലിയൊരു നന്മ തരാൻ പോകുന്നു. ഇതൊക്കെയും ആ ദർശനം ഞാൻ കണ്ട് അത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഞങ്ങളവിടെ ആരാധന തുടങ്ങി. ആദ്യത്തെ പാസ്റ്റർ വന്ന്, 2ാമത്തെ പാസ്റ്റർ അത് കൂരപ്പണക്കാരൻ കറിയാച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ അവിടെ വന്നിരുന്നു. അദ്ദേഹം അവിടെ 1 വർഷം മാത്രമേ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം മലബാറിൻ്റെ പ്രദേശത്തേക്ക് പോയി. മലബാറിൻ്റെ പ്രദേശത്ത് പോയെങ്കിലും അദ്ദേഹം വീണ്ടും വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് പായലിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ട് എന്നോട് പറഞ്ഞു, യോർസവറിൻ്റെ അനുഗ്രഹിക്കാൻ പോവുക. യോർസവർ നല്ലൊരു വീടൊക്കെ പണിയും, ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കും. ഉപകരണം ഇടാനില്ലാഞ്ഞിട്ട് മുറി വാരിക്കൂട്ടും. അത് മാത്രമല്ല, യോർസവറിൻ്റെ മക്കളൊക്കെ വിദേശത്തൊക്കെ പോകും. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഇതൊക്കെ സംഭവിക്കുമോ? അതൊക്കെ സംഭവിക്കുമ്പോൾ അത് യോർസവറിന് അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ദർശനത്തിൽ അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിനായി കാത്തിരിക്കുക, അത് വൈകാലം വരും, നിശ്ചയം താമസിക്കുകയില്ല. അതെ, കർത്താവിൻ്റെ ദാസൻ്റെ ദർശനം അതുപോലെ നിറവാൻ്റെ കൊടിയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, യഥാർത്ഥമായിട്ട് അങ്ങനെ ഞങ്ങളവിടെ ആരാധിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, എനിക്ക് അന്ന് ഞായറാഴ്ച ദിവസം കർത്താവിനായി വേർതിരിക്കുന്ന ദിവസമാണ്. രാവിലെ സഭായോഗത്തിന് പോയാൽ 4-5 മണി വരെ സഭായോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ പരസ്യയോഗത്തിന് പോകും. അങ്ങനെ പരസ്യയോഗം പോയി ഇടുക്കിയുടെ പ്രദേശം മാത്രമല്ല, നാരകക്കാനം, തങ്കമണി, തൊപ്പിപ്പാള, ഈ പ്രദേശത്തൊക്കെ, ഈ കട്ടപ്പനയൊക്കെ പ്രദേശത്തൊക്കെ പോയി കർത്താവിൻ്റെ പരസ്യയോഗം ഞങ്ങൾ പങ്കെടുക്കുകയും അങ്ങനെ ചെന്നിടത്തൊക്കെയും സഭകൾ സ്ഥാപിക്കേണ്ടതൊക്കെ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാനും ഇന്ന് ആ ദേശത്ത് പാർക്കുമ്പോൾ എനിക്കന്ന് ഉടുക്കുവാൻ വസ്ത്രമില്ല, ധരിപ്പാൻ യാതൊരു നിവൃത്തിയുമില്ല, ഒന്ന് പുതയ്ക്കാൻ പോലും ഒന്നുമില്ല. അന്ന് പുതയ്ക്കുന്ന എന്താണെന്ന് ഒരു വലിയ ചാക്കിനകത്ത് കയറി കിടക്കും. അത് ഭയങ്കര കൊടുന്തണുപ്പുള്ള സമയം, ഉടുക്കാൻ വസ്ത്രമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ 2 പേര് നാട്ടിലാണെങ്കിലും അവർ വീട്ടിൽ വരുമ്പോൾ അവർക്കൊരു സ്കൂളിൽ കൊണ്ട് വിടുമ്പോൾ അവർക്ക് ഉടുപ്പ് തയ്പ്പിക്കാൻ നിവൃത്തിയില്ല വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ കച്ചമുറി കീറി 2 ഉടുപ്പ് തയ്പ്പിച്ച് കൊടുത്ത ആ സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ വേണ്ടുവോളം വസ്ത്രം ധരിക്കാനും കുഞ്ഞുങ്ങൾക്കും നല്ല ഭാവി ദൈവം കൊടുത്തു. എനിക്ക് 4 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. അക്കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. ആ മക്കളെ 2 പേര് ഇന്ന് അമേരിക്കയിൽ, ഒരാൾ ചിക്കാഗോയിലും ഒരാൾ ഇവിടെയുമുണ്ട്, ഈ ഓർലാൻഡോയിലുമുണ്ട്.
അവർ രണ്ടുപേരെയും ദൈവം മാനിച്ചു. മൂത്ത മച്ചക്കായിലുള്ള രണ്ട് മക്കൾ, ഒരാൾ ഇന്ന് ഡോക്ടറായിട്ട് ആയിരിക്കുന്നു. രണ്ടാമൻ മകന് അത് മെഡിസിൻ പഠിച്ച് അവനും പ്രാക്ടീസ് എടുത്ത് അത് ലൈസൻസിന് വേണ്ടി അവനും ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇവിടെയുള്ള എൻ്റെ മകനും അവനിപ്പോൾ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. അതെനിക്ക് മക്കളെയും മരുമക്കളെയും ഒക്കെ തന്നു. നാട്ടിൽ താമസിക്കുന്ന മൂത്ത മകന് അതേ ഒരു മകളുമുണ്ട്. മകനും അവൻ്റെ ഭാര്യയുമായിട്ട് ഇംഗ്ലണ്ടിലായിരിക്കുന്നു. മകളെ വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ട്. അതെ, അവർക്കാർക്കും ഒരു കുഴപ്പവും, എല്ലാവരും സുഖമായിരിക്കുന്നു. ദൈവം തന്ന നന്മകൾ ഓരോന്നായി എണ്ണിത്തീർക്കാൻ വരാത്തതും അത് അത്ര ഭാഗ്യമുള്ളതാണ്. ആ രൂത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ യഥാർത്ഥമായ രൂത്തിൻ്റെ തീരുമാനമാണ് അവളെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്. അത് മോവാബ് ദേശത്ത് വാർത്ത ആ രൂത്ത് 10ാം തലമുറയിൽ പോലും ദൈവസന്നിധിയിൽ വരുവാൻ ഇടമില്ലാത്ത ആ രൂത്തിൻ്റെ തീരുമാനം. രൂത്തിൻ്റെ അമ്മ മോവിയോട് പറയുന്നു, നിന്നെ വിട്ട് പിരിവാനോ, നിന്നെ വിട്ട് മടങ്ങിപ്പോകാനോ എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. മരണത്തിനല്ലാതെ നമ്മളെ തമ്മിൽ വേർപിരിച്ചാൽ ദൈവം തക്കോണ്ടും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ആ രൂത്ത് ഭാഗ്യവശാൽ ഇവിടെ ചെന്ന് ബോവസിൻ്റെ വയലിൽ ചെല്ലുവേണ്ടിയായി തീർന്നു. അതുപോലെ ഭാഗ്യവശാൽ ദൈവസഭയിൽ കടന്നു വരുവാനും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുവാനും ദൈവം സഹായിച്ചു. ഇന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ട് ദൈവത്തിൻ്റെ മഹത്വം ദർശിപ്പാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് നടത്തുന്നത് വിധങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനീ പറയുന്നത് എൻ്റെ അനുഭവമാണ്. അത് ഓരോരുത്തരും ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ, നമ്മുടെ പിതാക്കന്മാർ മെത്രാച്ചന്മാരൊക്കെയും അത് എവിടെ പോകും? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ധനവാൻ്റെയും ലാസറിൻ്റെയും കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അതെ, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ യാതന സ്ഥലത്ത് ചെന്നു. ലാസർ മരിച്ചു, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ധനവാൻ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, അതെ, ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം. അപ്പം ഞാൻ അതെ, അവിടെ പറഞ്ഞിരിക്കുന്നു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേട്ട് അനുസരിക്കട്ടെ, ഇല്ലാത്തവൻ ഇങ്ങോട്ട് വരണ്ട. യഥാർത്ഥമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രമാണം ഉൽപ്പത്തി പുസ്തകം, വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ ഞാൻ 3 പ്രാവശ്യം മുഴുവൻ അതേ ശരിയായിട്ട് വായിച്ചു തീർത്തു. പിന്നെയും ക്രമം വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ചെന്ന് സഭ ഹോള് പണിയുവാൻ്റെ കൊണ്ടും ദൈവം അതേ കൃപ തന്നു. ആ സഭാ ഹോളിനെ മുൻകൈയെടുത്ത് പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ഇന്നും ആ സഭ അത് ശക്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രവുമല്ല, ഞാൻ ബൈബിൾ ക്ലാസ് പഠിച്ചിട്ടില്ല. എന്നാൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ അത് 12ാം ക്ലാസ് വരെ പഠിപ്പിക്കാനെ കൊണ്ട് IPCയുടെ അത് സൺഡേ സ്കൂൾ പാഠാവലി ഒരു ബൈബിൾ ക്ലാസ്സിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടതാണ്. അത് യാഗപീഠത്തെ പറ്റിയും ഉത്സവങ്ങളെപ്പറ്റിയും പെരുന്നാളിനെ പറ്റിയും ഒക്കെ ശരിയായി പഠിക്കുവാനും അങ്ങനെ ആ പഠിച്ചതിൻ്റെ ഫലമായിട്ട് അനേകരെ അത് ദൈവകൃപയിൽ കൊണ്ടുപോയി ഇടയായി തീർന്നു. മാത്രമല്ല, ഞാൻ ഒരു കൃഷിപ്പണിക്കാരനായിരുന്നു. ആ കൃഷിപ്പണി ചെയ്യുന്ന സമയത്ത് എന്നോട് പണിയുന്നവരോട് ഞാൻ സുവിശേഷം പറയും. ആ സുവിശേഷം പറയുന്ന സമയത്ത് ഹിന്ദുക്കളായിട്ടും കത്തോലിക്കരായിട്ടുള്ള അനേകരും വിശ്വാസത്തിലേക്ക് കടന്നുവരുത്തക്കടിയായി തീർന്നു. ഞാൻ ഇന്ന് ആരാധിക്കുന്ന സഭയിൽ ഹൈന്ദവരായിട്ടുള്ളവർ അന്ന് രക്ഷയിലേക്ക് കടന്നു വന്നവർ ഇന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് അവിടെ ഒരു പശുക്കൂട്ടിലാണ് ആരാധന തുടങ്ങിയത്. ആ പശുക്കൂട്ടിൽ ആരാധന തുടങ്ങിയ ആ സമയത്ത് രക്ഷിക്കപ്പെട്ട അനേകർ ഇന്ന് സുവിശേഷ വേദിയിലായിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവാത്മാക്കളെ ദൈവം അത് ഉപയോഗിക്കും, ദൈവത്തിൻ്റെ കരത്തിലെടുക്കും. അവൻ്റെ ബലമുള്ള കരം അത്ര വലിയ കരമാണ്. അത് ദൈവം പറയുന്നു. അത് സ്തോത്രം. ഈ യെശയ്യാപ്രവചനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യനും ശ്രേഷ്ഠനല്ല, ഒരു മനുഷ്യനും പൂർണ്ണനല്ല. യെശയ്യാവ് കാണുന്നു, കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനിരിക്കുന്നു ഞാൻ കണ്ടു. അത് അപ്പോൾ യെശയ്യാവ് പറയുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അത് എനിക്കും പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഞാനൊരു അരിഷ്ട മനുഷ്യൻ തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാമേൽ വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിപ്പാൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി കൊടുത്തു. അതെ, അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. അത് യെശയ്യാവ് പറയുന്നു, അടിയനെ അയക്കണമേ, അടിയനെ അയക്കണം, അടിയനെ എന്ന് പറഞ്ഞ് യെശയ്യാവ് താഴ്ത്തി കൊടുത്തുകൊണ്ട് അത് പ്രവാചകനായ യെശയ്യാവിനെ കൊണ്ട് വലിയ കാര്യം ദൈവം ഇടയായി തീർന്നു. മാത്രമല്ല, കർത്താവിൻ്റെ ജനനം മുതൽ കർത്താവിൻ്റെ ക്രൂശീകരണം വരെയും, മാത്രമല്ല കർത്താവിൻ്റെ 2ാം വരവ് വരെയും
സ്വർഗത്തിൻ്റെ സകല അനുഭവങ്ങളും നിക്ഷേപങ്ങളും കൊടുത്ത ഒരു വലിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യഥാർത്ഥമായിട്ട് അത് ദൈവത്തിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അഹംഭാവം, അത് അഹം എന്ന് പറയുന്നത് ഒരു അസുരനാണ് എന്ന് പറഞ്ഞാൽ അത് സാത്താന്യ ശക്തികളെ ജയിച്ചുകൊണ്ട് നമ്മെ തന്നെ ജീവിതത്തിൽ വിലമുള്ള കാര്യത്തിൽ താഴ്ത്തി കൊടുക്കുക. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരുത്തെങ്കിൽ താണിരിപ്പീൻ, ദൈവനാമത്തിന് മഹത്വം. അവൻ്റെ ബലമുള്ള കരുത്തുകൾ താണിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. എനിക്ക് ഇത്രത്തോളം ദൈവം സഹായിച്ചു, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവരെ തന്നെത്താൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് അത് ദൈവത്തോട് അത് ദൈവവുമായിട്ട് ഒരു ഉഭയസമയം ചെയ്ത് ദൈവത്തോടുള്ള തീരുമാനം, അത് ഉറപ്പുള്ള തീരുമാനം. കർത്താവായ യേശു ക്രിസ്തുവിനെ അതേ പീലാത്തോസ് ചോദിക്കുന്നു, ആരെ വേണം? ബർന്നബാസിനെ വേണോ യേശുവിനെ വേണോ? ആരെ വേണം? യഹൂദന്മാർ തള്ളി പറഞ്ഞു, അവർക്ക് ബർന്നബാസിനെ മതി. അവരുടെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനം എന്തായിരിക്കുന്നു? ആ രൂത്തിനെ പോലുള്ള തീരുമാനമാണ് എടുക്കുന്നെങ്കിൽ നമുക്ക് യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ വയലിൽ, അതേ ബോവസിൻ്റെ വയലിൽ അവൻ്റെ കാന്തയായി അവൻ്റെ മണവാട്ടിയായി ശോഭിപ്പാനൊക്കെ ഇടയായിത്തീർന്ന് മാത്രമല്ല ഇവിടുത്തെ ഇതൊക്കെ അങ്ങ് തീരും. ഞാൻ ഓർക്കുകയാണ്, ആരാണ് ഭാഗ്യവാൻ? ലവോദിക്കയ സഭയുടെ കീഴിലേക്ക് ഇന്ന് സഭ വന്നെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാട്ടിനെ ഓർക്കുവാൻ ലോകം ധന സൗഖ്യ മാർഗമായി കരുതി പോകുന്നവർക്കുള്ള വിനയ്ക്കില്ലൊരറുതി. എന്നാൽ ക്രിസ്തുവിൽ സമാധാനം നിത്യമാം സുഖദാനം അരുളും എന്തിനാകുലം കലരുന്നൻ മനമേ. എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ ചോദിച്ചു, എന്തിന് ഈ ആകുലം കലരുന്നു? സമാധാനം എവിടെ കിട്ടും? കർത്താവ് പറഞ്ഞു, ലോകം തരുന്ന സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ തരുന്ന സമാധാനം, ആ ദൈവത്തിൻ്റെ സമാധാനം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലിനെ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ സകല ഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ദൈവത്തിന് കർത്താവിൻ്റെ ആ ഭാഗത്ത് തന്നെ പറയുന്നു, നീ അധികം ധനികനാകാൻ നിധിയാം തീയിലൂതി കഴിച്ച പൊന്മതിയാം പൂവിൽ ക്രിസ്തുവിൽ അവനെ പോ ഇത്ര ധനികനിൽ അറിയുക എന്തിനാകുലം കലരുന്നൻ മനമേ. ഇന്ന് അനേകരും പണം വാരി കൂട്ടുന്നു. എവിടെ കൊണ്ടുപോകും എനിക്കറിയത്തില്ല. എനിക്ക് പണത്തെ പറ്റിയൊന്നും ആഗ്രഹമില്ല. എനിക്ക് ആകപ്പാടെ ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ ബാഗിലുള്ളത് 1600 രൂപയുടെ ഒരു നിക്ഷേപമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മക്കളെ അയച്ചിരുന്ന പണം വല്ലതും ഉണ്ടെങ്കിലും ഒന്ന് മാറിയെടുക്കണമല്ലോ. അതിനായിട്ട് മാത്രം ലോകത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് എനിക്ക് സ്വർഗ്ഗ നിക്ഷേപം ഒരുക്കിയിട്ടുണ്ട്. പൂർവ്വപിതാക്കന്മാർ അബ്രഹാം, ഇസാക്ക്, യാക്കോബൊക്കെയും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളെ നഗരത്തിനായി കാത്തിരുന്നു. ഞാൻ ആ ദിവ്യ ഭണ്ഡാരത്തെ നോക്കി. കർത്താവിൻ്റെ സ്ഥലങ്ങളിൽ ഒന്നിനും കുറവില്ല. അന്നെന്നുള്ളതൊക്കെയും ദൈവം നൽകിത്തരുന്നു. പട്ടിണിയില്ലാതെ പഞ്ഞമില്ലാതെ ദൈവം ഇന്നിയോളം പുലർത്തുന്ന ദൈവ കൃപയ്ക്കായി അങ്ങനെ സ്തുതിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ നിത്യരാജ്യത്തെ കൊണ്ടോടി ില്ല ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഭയപ്പെടാതെ ദൈവത്തിന് പറയുക, ഓടുന്ന ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി ദൈവം കരുതുന്ന നിക്ഷേപങ്ങൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കണ്ടുകൊണ്ട് ഓടിയത് കൊണ്ട് അവരോട് ആ സൗഭാഗ്യത്തിൽ ചെന്നെത്തുവാടിയായി തീർന്നു. എനിക്കത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുമേ, ഈ സൗഭാഗ്യത്തിലേക്ക് ഓടിയെത്തുവാൻ, ഈ സൗഭാഗ്യത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ഇത്തരത്തിലുള്ള പ്രായത്തിൽ എനിക്ക് ഇത്രത്തോളം ആരോഗ്യം നൽകി തന്നു, ഇത്രത്തോളം ബലം തന്ന ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, വിളിച്ച വഴി കൊടുക്കുകയും ഇത്ര അടുത്തിരിക്കുന്ന ദൈവമായി മറ്റൊരു ദൈവവുമില്ല. അതേപോലെ ഞാൻ സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ അവിടുത്തെ നാമമഹത്വം ഉയരണം. അത് 29 സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, മഹത്വ ശക്തി യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ. ആർക്കാണ് ശക്തി? ആർക്കാണ് മഹത്വം കൊടുക്കേണ്ടത്? ആർക്കാണ് ആരാധന കൊടുക്കേണ്ടത്? ആർക്കാണ് ബലം കൊടുക്കേണ്ടത്? ഇന്ന് കാണുന്ന അനേക ആരാധനകളുണ്ടെങ്കിലും ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തരും കൃപ തരട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.